പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന കോന്നി ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായ ക്ഷീണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ മാറ്റാനാകുമെന്ന പ്രതീക്ഷയിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം. റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് തടസ്സമാകില്ല എന്നും നേതൃത്വം വിലയിരുത്തുന്നു. മുന്നണികൾ 18 പയറ്റിയ നാട്ടങ്കത്തിൽ അന്തിമ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നെഞ്ചിടിപ്പ് നിറയുന്ന ക്ലൈമാക്സിലേക്ക് പ്രവേശിക്കാൻ സ്ഥാനാർത്ഥികളും നേതാക്കളും മനസ്സുകൊണ്ടൊരുങ്ങിക്കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ ആധിപത്യത്തിന് ഇടിവ് തട്ടില്ലെന്ന ഉറപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. ആകെയുള്ള 16 ഡിവിഷനുകളിൽ 14ലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 11 സീറ്റുകൾ ഉറപ്പാണെന്ന് DCC കണക്കുകൂട്ടുന്നു. നിലവിൽ ഭരണമുണ്ടായിരുന്ന പത്തനംതിട്ട, തിരുവല്ല നഗരസഭകൾക്ക് പുറമെ അടൂരും പന്തളവും കൂടി വലത്തേക്ക് ചായുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ LDF ആണ് വിജയിച്ചത്. കോന്നി ഉപതെരഞ്ഞെടുപ്പിലും LDF വിജയിച്ചു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മാറുമെന്ന് DCC പ്രസിഡന്റ് ബാബു ജോർജ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി ജില്ലാ പഞ്ചായത്തും 4 മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും UDF ഭരിക്കും. ജില്ലയിൽ UDF വലിയ മേൽക്കൈ നേടും. അത് അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ആകെയുള്ള 53 ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 25 LDFും 21 UDFുമാണ് വിജയിച്ചത്. ഇക്കുറി ഗ്രാമപഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും തങ്ങൾ നേടുമെന്ന് UDFും LDFും ഒരുപോലെ അവകാശപ്പെടുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണത്തെക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നാണ് ഇരു മുന്നണികളുടെയും അവകാശവാദം. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDF MLAമാരാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് DCC നേതൃത്വം. ക്യാമറമാൻ അജി കുടുമണ്ണൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.